ബസ് സ്റ്റാൻഡ് വരുമെന്ന് പറഞ്ഞു വന്നില്ല. ഹോസ്പിറ്റല് ഇതുവരെ ഓപ്പണിങ് പാത്തും പതുങ്ങിയൊക്കെ വന്ന് അവിടെ ഇവിടെയൊക്കെ നിന്ന് അവരുടെ കാര്യം സാധിച്ചിട്ട് പോകും. ഞാൻ ചോദിക്കുന്നത് വേറെ നമ്മുടെ ഇപ്പോൾ ചിറ്റൂർ അത്യാവശ്യം നല്ല രീതിയിൽ ഭരണം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് അല്ലേ? അപ്പോൾ ഇനി പുതിയതായിട്ട് എന്തൊക്കെ വികസനങ്ങൾ ഇവിടെ വന്നാൽ കുറച്ചുകൂടെ നല്ല രീതിയിൽ നമുക്ക് യൂസ്ഫുൾ ആവുകയും ചെയ്യും, നന്നായിട്ടുണ്ടാവും എന്നുള്ളൊരു നിങ്ങളുടേതായിട്ടുള്ള ഒരു ഐഡിയയിൽ എന്തൊക്കെ ഇവിടെ പുതിയത് ഇനി വന്നു കഴിഞ്ഞാൽ നമ്മുടെ ചിറ്റൂർ കുറച്ചുകൂടെ ഡെവലപ്പ് ആവുമെന്നോ അല്ലെങ്കിൽ അങ്ങനെ ഇനി പുതിയതായി എന്തൊക്കെ വന്ന ഇപ്പോൾ റോഡ് ഇവിടെ ഇപ്പോൾ ഇനി എന്താ വന്നാലും ബസ് സ്റ്റാൻഡ് വരുമെന്ന് പറഞ്ഞു വന്നില്ല. ഹോസ്പിറ്റല് ഇതുവരെ ഓപ്പണിങ് ആയിട്ടില്ല. വികസനങ്ങളൊന്നും നടക്കുന്നില്ല ചിറ്റൂര്. ഓക്കെ, അത്രേ പറയാനുള്ളൂ. കാര്യമായിട്ട് ഏതും ഈ ഒരു 5 വർഷത്തിനിടയിൽ ഒന്നും നടന്നിട്ടില്ല, ഒന്നും പൂർണ്ണമായിട്ടില്ല. മാത്രമേ ഉള്ളൂ. അത് ഇത് ഈ 5 വർഷത്തിൻ്റെ ഉള്ളിൽ വരാമെന്ന് പറഞ്ഞൊരു വാഗ്ദാനമായിരുന്നു അത് ഈ 5 വർഷത്തിനിടയിൽ, പക്ഷെ ഒന്നും വന്നിട്ടില്ല. അമൂല്യമായ ആ സന്തോഷത്തിൽ ഞങ്ങളുടെ പേരും ആലേഖനം ചെയ്തതിന് നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം സുതാര്യതയുടെ പൊൻതിളക്കം. ബ്യൂട്ടി മാർക്ക് ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു. അപ്പോൾ ഇനി ആശുപത്രി ആയിട്ടുണ്ട്, പക്ഷേ പ്രവർത്തനമായിട്ടില്ലല്ലോ, ഒരു ബിൽഡിംഗ് മാത്രമല്ലേ. ഓക്കെ, ഇനി പുതിയതായിട്ട് എന്തൊക്കെ വന്നാൽ കുറച്ചുകൂടെ ബെറ്റർ ആവും ചിറ്റൂർ? അല്ല, നമ്മുടേതായിട്ടുള്ള ഒരു ഐഡിയയിൽ വന്നു കഴിഞ്ഞാൽ എന്തൊക്കെയുണ്ട്? നാട്ടിലേക്ക് വേണ്ടത് എല്ലാവർക്കും എല്ലാ സൗകര്യങ്ങളും വരണം. യൂത്തുകൾക്കൊന്നും ജോലിയില്ല. സത്യം പറഞ്ഞാൽ ഞങ്ങൾക്കൊന്നും ഓട്ടോ ഇല്ല, വെറുതെ ഇരിക്കുകയാണ്. കാലത്ത് വരിക, വൈകിട്ട് പോവുക, ഒരു വികസനവും ഇല്ല. ഇൻഡസ്ട്രിയൽ ഏരിയ നിറയെ വന്നു കഴിഞ്ഞാൽ ജോലികൾ നിറയെ കിട്ടും. ന്യൂ ജനറേഷനൊന്നും ജോലിയില്ല. ഏറ്റവും കൂടുതൽ പ്രശ്നം തൊഴിലില്ലായ്മയാണ് അല്ലേ? പിന്നെ സാഹചര്യങ്ങളും എല്ലാം ദിവസം വില കൂടുതലല്ലേ. അതെ, കറണ്ട് ചാർജ് ആയാലും മറ്റുള്ളതായാലും എല്ലാം ചെലവ് കഴിഞ്ഞ് പോകാൻ വഴിയില്ല. ഇപ്പോൾ ഈ ഭരിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ മോട്ടോർ ഫീൽഡ് പൊതുവെ ഔട്ടായി. ഞങ്ങൾ ടാക്സി ഡ്രൈവർമാരാണ്. ഞങ്ങൾക്ക് ഒരു ആനുകൂല്യമില്ല, ഒന്നുമില്ല. എല്ലാ മേഖലകൾക്കും അവരുടേതായ ഡെവലപ്മെൻ്റ് ഉണ്ട്. നമുക്ക് ആരുടെ അടുത്ത് പോയി ഞങ്ങൾ പറയും? ഓക്കെ, ഇപ്പോഴത്തെ ഭരണത്തിൽ നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണോ? ചിറ്റൂരിലെ ഞങ്ങളെ സംബന്ധിച്ചുള്ളത് പറയാൻ പറ്റില്ല, ഞങ്ങളുടെ ഫീൽഡ് അങ്ങനെയാണ്. എല്ലാവരും നമുക്ക് വേണമല്ലോ. അതെ, ടാക്സിക്കാരല്ലേ. ടാക്സിക്കാരോട് ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ എന്താ മറുപടി പറയുക? അതെ, ഓക്കെ. ഇപ്പം നമ്മുടെ അത്രയല്ലേ? ഓക്കെ, ഇപ്പോൾ നമ്മുടെ പുതിയ ന്യൂ ജനറേഷൻ പിള്ളേർ അവർ എന്താ പറയുക, മയക്കുമരുന്ന്, കഞ്ചാവ് അങ്ങനെയുള്ള ഒരു മേഖലയിലേക്ക് കൂടുതലായിട്ട് പോകുന്നു. അതിനെക്കുറിച്ച് എന്താണ്? അത് വളരെ തെറ്റായ രീതിയാണ്. കാരണം അത് ഗവൺമെന്റിന്റെ ഭാഗത്ത് ഇവിടെ ചിറ്റൂരിൽ എങ്ങനെയാണ് അത് പിള്ളേരെ ബാധിക്കുന്നത്? ആരോടും വർത്തമാനം പറയാൻ പറ്റാത്ത അവസ്ഥയാണ് പിള്ളേരോട്. നമ്മുടെ അടുത്തൊന്നും വർത്തമാനം പറയാൻ പറ്റില്ല. നമ്മുടെ മര്യാദ പോവും. അവരുടേതായ രീതിയിലാണ് ഇപ്പോൾ അവരുടെ വേറൊരു ലോകമാണ് അവര്. ഇവിടെ കൂടുതലാണോ? അതുമായി ബന്ധപ്പെട്ട് കൂടുതലാണ്. കുറേ പിള്ളേർ വരുന്നുണ്ട് ഇവിടെ. പോലീസുകാരും വരുന്നില്ല. പെൺകുട്ടികളും ഇതിന്റെ പുറകിൽ ഒരുപാട് പേരുണ്ട് അല്ലേ? ഇത് എങ്ങനെയെങ്കിലും ഇവിടെ എത്തുന്ന രീതി എങ്ങനെയാണെന്ന് അറിയാൻ പറ്റുമോ? ഇവിടെ വരുമ്പോ ഒക്കെ ഒരു 10 മണിയാകുമ്പോൾ ഇവിടെ രാവിലെ കൂടി നിൽക്കും. ഇപ്പൊ സ്കൂളും ഇല്ലാതാണ്. ജനങ്ങളുടെ ഹൃദയം തൊട്ടറിഞ്ഞ സ്ഥാപനം ദൃശ്യ മാർബിൾസ്, വടക്കഞ്ചേരി, ചിറ്റൂർ. സ്കൂളും ഇല്ലാതാണല്ലോ. ഏറ്റവും കൂടുതൽ ഇപ്പൊ കുട്ടികളിലേക്ക് ലീവ് ആയതുകൊണ്ട് കുറച്ച് കുറവാണ്. ഇനിയിപ്പോ സ്കൂൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ സ്കൂൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 8:30-9 മണിയാകുമ്പോഴേക്ക് വരും. പിന്നെ 10 മണിയാകുമ്പോഴൊക്കെ ഇപ്പൊ നമ്മളെ കാണിച്ചിട്ടില്ലല്ലോ. അതെ, അവര് പാത്തും പതുങ്ങിയൊക്കെ വന്ന് അവിടെ ഇവിടെയൊക്കെ നിന്ന് അവരുടെ കാര്യം സാധിച്ചിട്ട് പോകും. എങ്ങനെ നമ്മളിപ്പോൾ ഇവിടെ കുട്ടികളൊക്കെ അങ്ങനെ ചെയ്യുന്നു? അതെങ്ങനെ നമുക്ക് തിരിച്ചറിയുന്നത് എങ്ങനെയാണ്? അത് മുഖഭാവം കണ്ടു കഴിഞ്ഞാൽ അറിയാം. അവരുടെ സംസാര രീതികളും. ഇതിനകത്ത് പെൺകുട്ടികളും അതേപോലെ തന്നെയാണോ ബിഹേവ് ചെയ്യുന്നത്? ആണോ? ലാസ്റ്റ് നടന്ന എന്തെങ്കിലും ചെറിയൊരു ഇൻസിഡന്റ് അങ്ങനെ നടന്നതായിട്ടൊരു കുഴപ്പം ഓരോ സെറ്റപ്പായിട്ട് ഇങ്ങനെ വരും. 4-5 ആൾക്കാരായിട്ട് ഇങ്ങനെ വരും. അതിയവോ ഇതിയവോ ഇവിടെ
ലേഡീസും ഉണ്ടാവും ചെയ്യുന്നുണ്ട് ഇവിടെ. ബിസിനസ് ചെയ്യുന്നത് ഓ. നിറയെ അത് കുത്തൊഴുക്കുണ്ടോ? ചെയ്യുന്നുണ്ട്. നമ്മള് പറയാൻ പാടില്ലല്ലോ, പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ അവരെന്തെങ്കിലും ചെയ്യും. ഓക്കെ ഓക്കെ. അങ്ങനെ ഒരു നമ്മള് ടാക്സിക്കാരല്ലേ, നമ്മള് കണ്ടാല് ഇതേ കേട്ട് ഇതേ വിടുക പറയില്ലേ. ഈ കാലത്ത് കേട്ട് ഇതേ കൂടി വിടുക പറയില്ലേ. കണ്ടതും കേട്ടതും പുറത്ത് പറയാൻ പാടില്ല പറയില്ലേ, അതുമാതിരിയാണ്.